നല്ല സന്തോഷത്തിലാണ്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തന്നെ റാസ്പുട്ടിൻ ഡാൻസ് ഭയങ്കര ഹിറ്റായി പോയായിരുന്നു. ഭയങ്കര ഹിറ്റായി. ചുവന്നുള്ളിയാണ് ഇടുന്നത്, ഒരു പിടി ഉള്ളി. എന്തായാലും ഒരു വെറൈറ്റി ഉണ്ടാവും. അതെ അതെ. എല്ലാം കുറേശ്ശെ ഉണ്ട് കയ്യില്. അതെ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്. നമസ്കാരം. സംസാരം ടിവിയുടെ പാചക വിദഗ്ധരെ തേടിയുള്ള യാത്ര എന്നുള്ളത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നമ്മുടെ മേരിയമ്മയുടെ കൂടെയാണുള്ളത്. മേരിയമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റാസ്പുട്ടിൻ ഡാൻസിലൂടെ മലയാളക്കരയെ മൊത്തം ഞെട്ടിച്ച മേരിയമ്മ. നല്ല സന്തോഷത്തിലല്ലേ? മേരിയമ്മ നമുക്ക് വേണ്ടി വിഭവങ്ങളും എല്ലാം ഒരുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തയ്യാറായി ഇരിക്കുകയാണ് അല്ലേ? അതിന് മേരിയമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ. റാസ്പുട്ടിൻ ഡാൻസ് ഭയങ്കര ഹിറ്റായി പോയായിരുന്നു. അതെങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു വെറുതെ ഒരു സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത്. വേറൊരു വല്യമ്മയായിട്ട് ഞാൻ അതിനകത്തുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അന്നേരം അവര് ഒരു ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. പക്ഷെ അന്നേരം ഒരു ജസ്റ്റ് അങ്ങനെ ആദ്യമായിട്ട് കാഞ്ഞിരപ്പള്ളിക്കാരുടെ വല്യമ്മയായി മാറി. അതെ 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 അതെ. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് വിളിച്ചിരുന്നു, എല്ലാരും അഭിനന്ദനം പറഞ്ഞു. അതെ, അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങളും അമ്മേനെ തേടി ഇവിടെ വന്നത്. അതെ അതെ. അപ്പോൾ നമ്മുടെ സംസാരം ടിവിക്കുണ്ട്. സംസാരം ടിവിനെ കുറിച്ച് അറിയാലോ. നമ്മുടെ ഒരുപാട് പേരെ പാചകത്തിലൂടെ വീട്ടിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ മലയാളികളുടെ മുമ്പിൽ എത്തിച്ചൊരു ചാനലാണ്. അപ്പം മേരിയമ്മനെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് സംസാരം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഒരു അയലക്കറിയാണ് വെക്കുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാർ പ്രത്യേക സ്റ്റൈൽ അയിലുണ്ട്. പ്രത്യേക സ്റ്റൈലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒരു വെറൈറ്റി ഉണ്ടാവും. അതെ 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 അതെ. നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അല്ലേ? അതെ. ഇപ്പം അമ്മച്ചിവിടെ 4 അയിലയാണ് മേടിച്ച് വെച്ചേക്കുന്നത്. 1/2 കിലോ അയില ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, 1/2 കിലോ അയിലയാണ്. ഓക്കെ, നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ചിട്ട് ആരംഭിക്കാം. അപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി സ്റ്റൈൽ അയലക്കറിക്ക് ഇപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവായ, ചുവന്നുള്ളി, പിന്നെ മുളക് പൊടി, കറിവേപ്പില, വറ്റൽമുളക്, എണ്ണ, കൊടംപുളി ഉപ്പൊഴിച്ച് നേരത്തെ കഴുകി വെള്ളത്തിലിട്ടുണ്ട്. അതിന്റെ മതിയാണ്. ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അല്ലാതെ സാധാരണ ഈ പുളി ഇടുന്നതും ഉണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റൈലായിട്ട് പിന്നെ ഈ വെള്ളം ഒഴിച്ചിട്ട് ആ പുളിയും കൂടെ അതിനകത്തേക്ക് ചേർക്കുകയും ചെയ്യുന്നത്. അന്നേരമാണ് അതിന്റെ ഒരു അതെ 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 അതെ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റാം. അതിന് മില്ലിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ തന്നെ തെങ്ങുണ്ട്. തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായില്ലേ? ആയി വരുന്നു. വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. ഓക്കെ, വെളിച്ചെണ്ണ 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 4 സ്പൂൺ. അതെ, അളവൊക്കെ പറയണം നമ്മുടെ പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ട് അറിഞ്ഞ്. കാഞ്ഞിരപ്പള്ളി സ്റ്റൈലായില്ല എനിക്കറിയാം. ഇനി കേരളത്തിൽ മൊത്തം കാഞ്ഞിരപ്പള്ളി അയലക്കറി ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. പിന്നെ അമ്മച്ചിയൊക്കെ ആദ്യകാലം മുതലേ കാഞ്ഞിരപ്പള്ളി തന്നെയാണോ? ഞങ്ങൾ പാലായിലായിരുന്നു ആദ്യമേ താമസിച്ചോണ്ട്. പാലായില്. പിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അതെ അതെ. എണ്ണ നല്ലവണ്ണം ചൂടാകണം. അതെ, ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ചൂടാനിച്ചിട്ട് താമസം. അതെ ആയിരിക്കും. പിന്നെ ചട്ടിയുടെ കനമൊക്കെ ഉണ്ടല്ലോ. അപ്പം പാലായിന്ന് ഇങ്ങോട്ടല്ല, ഞങ്ങൾ ഹൈ റേഞ്ചിന് പോയായിരുന്നു. അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഭർത്താവിൻ്റെ കൂടെ പോയി. മൂത്ത മോനെ ഉണ്ടായിട്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. എത്ര മക്കളാ അമ്മച്ചിക്കുള്ളൂ? എനിക്ക് 4 പേര്. 4 പേര് ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല. മൂത്തത് മോന്, അവൻ ലണ്ടനിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോള് പിന്നെ ഓസ്ട്രേലിയയിൽ നേഴ്സാണ്. മൂന്നാമത്തെ ആളും ഇവിടെയുണ്ട്. 4ാമത്തെ മോള് എൻ്റെ കൂടെ വല്ലപ്പോഴും. ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്, ചൂടായിട്ടുണ്ട്. അമ്മച്ചിൻ്റെ പാചകത്തിൻ്റെ വഴിക്ക് നടന്നോട്ടെ. അപ്പോൾ ഉലുവ ചൂടായിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി അതിലേക്കിട്ട് നല്ല
നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും അല്ലേ? അതെ, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എത്ര വെളുത്തുള്ളി ഉണ്ടാവും? ഇത് ഒരു കുടം വെളുത്തുള്ളിയാണ്, വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ 1 കിലോ അയിലേക്ക് ഒരു കുടം വെളുത്തുള്ളി. അത് നമ്മൾ ചതച്ച് ഒന്നും ചെയ്തില്ല, മുഴുവനോടെ ഇട്ടിരിക്കുകയാണ്. സാധാരണ ചതച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അമ്മയുടെ സ്റ്റൈല് തന്നെ. അതെ അതെ. വെളുത്തുള്ളി ഒന്ന് ചൂടായി വരണല്ലേ? ഇനി അടുത്തത് ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലേ? അതെ, ഇഞ്ചി എല്ലാം ഇവിടെ നിന്ന് തന്നെ. അതെ, ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്, ഒന്നും വാങ്ങിക്കാറില്ല. ഇപ്പോൾ ഹൈ റേഞ്ചിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് കാഞ്ഞിരപ്പള്ളിക്ക് വന്നതാണ്. അപ്പച്ചൻ മരിച്ചു പോയിട്ട് 4 വർഷമായി. അതെ. ഇപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ ഇനിയിപ്പോൾ അടുത്തത് ചുവന്നുള്ളിയാണ് ഇടുന്നത്. ഒരു പിടി ഉള്ളി. അതെ, ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു എത്ര ഉണ്ടാവുമായിരിക്കും? ഒരു 5-6 എണ്ണം വലിയ ഉള്ളി. 5-6 ഉള്ളി. 5-6 ഉള്ളി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുക. അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ സ്പെഷ്യൽ ഏത് അയിലക്കറി തന്നെയാണോ അതോ വേറെ കറികളൊക്കെ ഞാൻ വയ്ക്കാറുണ്ട്. ബീഫ് എല്ലാം വയ്ക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഓരോന്നോരോന്ന് ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. മക്കൾക്കൊക്കെ കറികൾ ഒത്തിരി ഇഷ്ടമാണോ? മക്കൾക്ക് ഞാൻ വെക്കുന്ന കറികളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതെ. ഇനി ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്. അതും കൂടി ഒന്ന് വാടി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിദേശത്തുള്ള മകളൊക്കെ വരുമ്പോൾ അവർക്കായിരിക്കും ഈ അവർക്കല്ല, അവർക്ക് ഈ നാട്ടിലുള്ള കറികൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കാച്ചിൽ, ചേന, ചേമ്പ് എല്ലാം അവർക്ക് ഇവിടെ വരുമ്പോൾ അതൊക്കെ കഴിക്കാനാണ് ഒത്തിരി ഇഷ്ടം. അപ്പോൾ മക്കളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഇത് അമ്മ പ്രത്യേകം അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുന്നുണ്ടോ? തയ്യാറാക്കി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാനൊരു സെർവൻ്റ് ഉണ്ട്, എന്നാലും കൂടുതലും ഞാനാണ് അതിനകത്ത് ഭാഗമാക്കാകുന്നത്. മിക്സിംഗ് ഒക്കെ നമ്മുടെ തന്നെ വേണം. അതെ അതെ അതെ, ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ അവർ വരുമ്പോൾ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കും. അത് ഒത്തിരി ഇഷ്ടമാണ് അവർക്ക്. അതും കാഞ്ഞിരപ്പള്ളി കപ്പ ബിരിയാണി. അത് നല്ല കഴിക്കല. പക്ഷെ എല്ലാവരും എൻ്റെ കപ്പ ബിരിയാണിക്ക് നല്ല അഭിപ്രായം. എൻ്റെ ആങ്ങളമാരുടെ അനിത്യമാരുടെ ഒക്കെ മക്കൾ ഇവിടെ വരുമ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാവോ ആൻറ്റി എന്ന് ചോദിക്കും. അതെ, അത് ഒത്തിരി ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ നമുക്കൊരു കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം. അതെ അതെ. ആ പാത്രം ഇങ്ങോട്ട് വെയിറ്റ്. ഈ പാത്രം അല്ലേ? അതെ. മുളക് പൊടി ആദ്യമായിട്ട് ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മൊത്തം 4 ടീസ്പൂൺ ആയിരുന്നു അല്ലേ? അതെ അതെ അതെ. അതെല്ലാം കൃത്യം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. സ്വല്പം മഞ്ഞൾപ്പൊടി വേണം. സ്വല്പം മഞ്ഞൾപ്പൊടി അല്ലേ? ഇനിയിപ്പം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതെ, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് പച്ച മണം പോകാനും ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ പൊടി ഇങ്ങനെ സെപ്പറേറ്റ് മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താ? ആ പൊടിയാണെങ്കിൽ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയാൻ സാധ്യതയുണ്ട്, കളർ കുറയും. അത് കാരണം ഇങ്ങനെ ചൂടുവെള്ളം ചേർത്തിട്ടാണെങ്കിൽ അതിന്റെ പച്ചമണം പോവുകയും ചെയ്യും, കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഈ മുളക് പിന്നെ മില്ലിൽ നിന്ന് വാങ്ങിച്ച് കഴുകി ഉണക്കി മില്ലി പൊടിപ്പിച്ച മുളക് പൊടിയാണ്. എല്ലാം തനതായ സ്റ്റൈലിലാണ്. അതെ അതെ, തനതായ സ്റ്റൈൽ ചെയ്യുന്നു. അതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഇതൊന്ന് വഴറ്റാൻ പോവുകയാണ്. അയിലൊക്കെ ഇവിടെ ഫ്രഷ് അയില കിട്ടുമോ? നല്ല അയില കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടും. ഇതിലൂടെ കൊണ്ടുവരുമോ? കൊണ്ടുവരും. ഇതിലൂടെ ഇഷ്ടം പോലെ ആൾക്കാർ മീനും കൊണ്ട് രാവിലെ തൊട്ടേ ഉണ്ട്. രാവിലെ 6:30 തൊട്ട് മീൻ കിട്ടും.
മുളക് അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അടുത്തതായിട്ട് പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. പുളിവെള്ളം നേരത്തെ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് പുളി വെച്ചിരുന്നു. വെള്ളം ഒഴിച്ച് ആ പുളിയും ലാസ്റ്റ് മീൻ പെറുക്കി ഇട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ ചേർക്കും. ലാസ്റ്റാണ് പുളി ഇടുന്നത്. അതെ. ഇനിയിപ്പോൾ എന്താണ്? ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും പൊടിയുപ്പ് സാധാരണ ഉപയോഗിക്കാറില്ല. ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പൊഴിച്ചു. ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം. നമ്മുടെ ഈ അരപ്പ് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞതിന് ശേഷമുണ്ടല്ലോ, ഇത് നല്ലപോലെ എണ്ണ തെളിയണം. എണ്ണ നല്ലപോലെ മുകളിൽ തെളിഞ്ഞു വന്നതിന് ശേഷം വേണം ഇത് വരഞ്ഞ് മീൻ അതിനകത്തേക്ക് ഇടാൻ വേണ്ടി. അതെ. എണ്ണ തെളിയുന്ന സമയത്ത് ഇത് വരയാം. നന്നായിട്ട് തിളച്ചു വരുന്നുണ്ടല്ലേ? തിളയ്ക്കുന്നതിന്റെ ഒരു എണ്ണയുടെ സ്മെല്ലെല്ലാം വരുന്നുണ്ട്. അപ്പൊ മീനിന്റെ ആ സ്റ്റൈൽ ഏകദേശം പിടുത്തം കിട്ടി തുടങ്ങി. രുചി എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി. എണ്ണ നല്ലപോലെ തെളിയണം. എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരണം. എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് മരഞ്ഞ മീൻ പെറുക്കി. തെളിയുന്നതിന് മുമ്പ് ഇട്ടാൽ എന്താ പറ്റുക? കുറച്ചുകൂടെ രുചി അതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ മീൻ ഓരോന്നായിട്ട് ഇടുക. ഇനിയിപ്പോ ബാക്കി പുളി കഷ്ണം പുളി ഇടുക. മീൻ ഇടുന്നതിന് സ്റ്റൈൽ ഉണ്ടല്ലോ, സാധാരണ ഇങ്ങനെ അടുപ്പിച്ചിടുക. അതെ, നന്നായിട്ടുണ്ട്. മീൻ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു എന്താ ഒരു ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഒരു വാഴയില. അപ്പൊ നമുക്ക് നാടൻ ശൈലി തന്നെയാണല്ലോ അല്ലേ? അതിനാണ് ഈ ഇലയൊക്കെ വെട്ടി വെച്ചേക്കുന്നത്. വാഴയിൽ വെച്ചങ്ങ് മൂടി വെക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് വേകാനുണ്ട്. അധികം സമയം എടുക്കണ്ട, ഒരു 5 മിനിറ്റ് അതിൽ വേകണ്ട. കൂടുതൽ വെന്ത് പോയാൽ മീൻ കല്ലിച്ചു പോകും. കുറച്ച് വേകാവുള്ളൂ കണക്കിന്. എന്തായാലും മീനങ്ങ് വെന്ത് വരണം. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് നാട്ടുവർത്താനൊക്കെ പറയാം. എന്താ അമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഡാൻസ് ഞാൻ കണ്ടു, പല തവണ കണ്ടു. ഇന്ന് രാവിലെ കണ്ടിരുന്ന് കണ്ടിട്ടായിരുന്നു. എങ്ങനെ ഇപ്പൊ ഈ സമയത്തൊക്കെ എങ്ങനെ? അത് പിന്നെ വെറുതെ അങ്ങനെ അങ്ങോട്ട് നമ്മള് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ഇല്ല, ഒരു സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് മാത്രം. ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ട്. അത് വെച്ചോണ്ട് അതെ, വർഷങ്ങൾക്ക് ശേഷം. അതെ. ഡാൻസ് മാത്രമേ ഡാൻസ് അത്യാവശ്യം പാട്ടുകളൊക്കെ അറിയാം. പാട്ട് പാടും. എല്ലാം കുറേശ്ശെ ഉണ്ട് കയ്യില്. അതെ. പുതിയ പാട്ടുകൾ കവിതയാണോ? കവിതയല്ല. ഇപ്പൊ ചെല്ലാവോ? ഇപ്പൊ ചെല്ലാൻ കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് അമ്മച്ചി ഒരു കവിത പാടാൻ പോകാം. ഏത് കവിത പാടുന്നത്? കവിത വൈലോപ്പള്ളി ശ്രീധരമേനോനുണ്ട്. മാമ്പഴം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്നതാണ്. വല്ലാത്തൊരു കവിത. അതെ. കുലുക്കുന്നതാ, മനസ്സിനെ പിടിച്ച് കുലുക്കും. അതെ. എല്ലാരും, അതായത് ഏത് പ്രായക്കാർക്കും മനപ്പാടായിട്ടുള്ളൊരു അങ്ങ് പാടിക്കാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തന്നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബലമാകന്നമ്പുവി ടുണ്ണികൾ വീരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പുത്തരി കത്തിച്ച പോൽ അമ്മാലാർ ചെണ്ടെന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. മങ്കനി വീഴുന്നേരാ മോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം പാടി കൈതവം കണ്ണുനീർത്തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ
മാൻപേഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഇപ്പം എന്തായാലും ഒരു പഴയ ഒരു കുഞ്ഞുനാളുകളിലേക്ക് അമ്മച്ചി ഈ പാട്ട് പാടിയപ്പം കുഞ്ഞുനാളിലേക്ക് നമ്മൾ ഒത്തിരി ചിന്തിച്ചു. ആ അമ്മയുടെ ഒരു അവസ്ഥയാണ് മനസ്സിലേക്ക് പെട്ടത്. അതെ അതെ, ഇത് ഈ കവിത പാടുമ്പോൾ എനിക്ക് മിക്കവാറും എൻ്റെ കണ്ണ് നിറയും. എല്ലാ അമ്മമാരുടെയും നിറയും അത്. കാരണം അതങ്ങനെയാണ് ആ കവിതയുടെ. അതെ, ഒത്തിരി ഇഷ്ടമാണ് ഇത്. ഇത് ഞാൻ മിക്കവാറും പാടാറുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴും പാടും. കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അതെ, അതിന്റെ പൂർണ്ണതയിൽ എത്തുക. പക്ഷേ ഇപ്പം പറ്റില്ല. അതെ, നമ്മുടെ പാചകത്തിലേക്ക് തന്നെ വരാം. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ചുവട്ടിലൊക്കെ പിടിക്കാതിരിക്കാൻ ചട്ടിയുടെ അടിയിൽ. പിന്നെ എല്ലാം നല്ലപോലെ എല്ലാം ഇളകി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഇതിന്. കടുക്, എണ്ണ ചൂടായിക്കോട്ടെ. സ്വല്പം കടുക് പൊട്ടിക്കുക ആദ്യമായിട്ട്. ഇനി ഒരു 3 വറ്റൽമുളക്, ഇനി നമുക്ക് 2 ഇതൾ കറിവേപ്പില ഇടാം. നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കടുക് പൊട്ടിച്ചത്, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ ഒഴിച്ചു. ഇപ്പം നമ്മുടെ മേരിയമ്മച്ചിയുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്റ്റൈല് അയില. എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറ് അമ്മച്ചി തന്നിട്ടുണ്ട്. ആ ചോറും മീൻകറിയും കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അമ്മ കുറച്ച് ഒരു കഷ്ണം ഇട്ടാൽ മതി. ആഹാ, അതിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അല്ലേ, ലേശം ചാറും കൂടെ ഇഷ്ടം പോലെ കിണറൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ചോറിന് നിനക്കൊരു ചാറും മീനും കൂടെ തിന്ന് തീർക്കും. അതെ അതെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സാധാരണ കപ്പ വേവിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. കപ്പയുടെ കൂടെ നല്ല സൂപ്പറായിരിക്കും. കുഴപ്പമില്ല. ചോറിനും അത് ഉപയോഗിക്കാം. മീനിൻ്റെ ഒരു കഷ്ണങ്ങൾ നല്ല ചൂടാട്ടോ. അപ്പം മീനിൻ്റെ ഒരു ലേശം പൊളിച്ചെടുത്തിട്ട് ചോറിനകത്തെല്ലാം കൂട്ടി ഇവരെ കൂടെ മിക്സ് ചെയ്തും കഴിക്കാം അല്ലേ അല്ലേ ചേച്ചി? അതെ അതെ, സൂപ്പറാട്ടോ. ആ എരിവും പുളിയും എല്ലാം കൂടെ അങ്ങ് മിക്സായി വരുമ്പോഴത്തേക്കും ഉപ്പും എല്ലാം കൂടെ എല്ലാത്തിൻ്റെ അളവ് കറക്റ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ കൂടുതലായിട്ട് അമ്മച്ചിയുടെ ഒരു കൈപ്പുണ്യം ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒത്തിരി മീൻകറികൾ കഴിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ തന്നെ. അപ്പോൾ എന്തായാലും സൂപ്പറാണ്. എന്തായാലും അമ്മച്ചിയും കൂടെ ഒരു കഷ്ണം മീൻ കഴിച്ചേ കേട്ടോ. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അതെ, ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കാഞ്ഞിരപ്പള്ളി മീൻകറിയാണ് ഞാൻ കഴിച്ചു. വായിലിപ്പം പറഞ്ഞു തരുന്നതിനും മുന്നേ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അമ്മച്ചിൻ്റെ കൂടെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.